പറ്റുമോ അലക്സ? അലക്സിനെ കൊണ്ട് പറ്റും. യു ക്യാൻ. അലക്സേ, ഇവിടെ നല്ല ടൈറ്റ് ആട്ടോ. അത് തന്നെ. വാട്ട് എ ഫ്രെയിം മാൻ. ഇവിടെ കുറച്ച് പ്രത്യേകതകളുള്ള പശുക്കളും അതോടൊപ്പം തന്നെ കാളുകളും ഉണ്ട് കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിർ കൗ എന്ന് പറയുന്ന ഒരു കൗ ആണ്. ഗിർ സ്പെല്ലിംഗ് GIR. അപ്പോൾ ഗിർ കൗവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരുന്ന ഒരു ചെടിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്മെല്ലാണ്. അപ്പൊ അതിന്റെ പേര് ചോദിച്ചപ്പോ അവര് പറഞ്ഞു സുഗന്ധരാജ അല്ലെങ്കിൽ ഗന്ധരാജ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ತಿರುವಾರಿ ಜಮುಕಿ ಸೀತಾದೇವಿಗೆ 14 ಲೋಕ ನಾಳುವಂತ ರಾಮಚಂದ್ರಗೆ. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കർണാടക സംസ്ഥാനത്തിൽ ചിത്രദുർഗ ജില്ലയിൽ നായിക്കനഹട്ടി, ഗോനൂർ എന്നീ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നായിക്കനഹട്ടി ഗ്രാമത്തിലെ കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഇന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അങ്ങനെ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തുകൂടി കൃഷി കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമേ നമ്മൾ കാണുന്നത് കുറേ അടയ്ക്കാമരങ്ങൾ, തെങ്ങൊക്കെയാണ് കേട്ടോ. അടയ്ക്കാമരങ്ങളും തെങ്ങൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ധാരാളം കൃഷി ചെയ്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞ് പണ്ടത്തെ പോലെ അത്രയില്ല. കേരം തെങ്ങും കേരള നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ കേരം അല്ലെങ്കിൽ തെങ്ങുകളൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ അധികം കാണാനില്ല. കുറച്ചെങ്കിലും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പാലക്കാടിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. അതായത് നമ്മുടെ പാലക്കാട് തമിഴ്നാട് അതിർത്തിയിലൊക്കെ കുറേ തെങ്ങ് കൃഷികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് നടന്നു വന്നു. നമ്മുടെ കൂടെ വന്ന മാഷിൻ്റെ ഒരു സുഹൃത്തും അലക്സിൻ്റെ വൈഫും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അലക്സിൻ്റെ വൈഫ് റിൻഡു. അപ്പോൾ ഇത്രയും പേര് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തുതാ കുറേ ചാക്കിൽ സവോള നിറച്ചിട്ടുണ്ട്. അതിങ്ങനെ ടാർപോളിൻ ഷീറ്റൊക്കെ കിട്ടി, ഒരു ഷെഡൊക്കെ കിട്ടിയിട്ട് അവരങ്ങനെ സൂക്ഷിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് തെങ്ങാണ് കേട്ടോ. തെങ്ങും പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് അടയ്ക്കാമരങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും അടയ്ക്കാമരം തന്നെയാണ്. ഇടയ്ക്കൊക്കെ 1-2 തെങ്ങ് നിൽപ്പുണ്ട്. എന്നാലും കൂടുതലും ആ ഒരു ഭാഗത്ത് അടയ്ക്കാമരങ്ങളാണ്. അങ്ങനെ ഇതാ നടന്ന് നമ്മളിവിടെ എത്തി. അലക്സേ പറയൂ. വളരെ ഹാപ്പി ആയിട്ട് എന്താണത്? ഹാർവെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. ആണോ? നമ്മുടെ താഴെ ഒറ്റ ഐഡിയ ഉള്ളൂ. എന്താണ് ആ ഐഡിയ? കേക്കട്ടെ. എങ്ങനെ റിൻഡു പറയുന്നത് കേക്ക്. റിൻഡു പറയുന്നത് ഞാൻ കേൾക്കൂല. റിൻഡു പറയുന്നത് കേൾക്കാത്തതിന്റെ ഫലമാണെന്ന് പറഞ്ഞാല് ഒരെണ്ണം മരുന്നിന് വെച്ചതാ. അത് ഞാൻ കണ്ടു. ഓ സെറ്റ്. ഇത് കൊള്ളാം. അങ്ങനെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴേ തന്നെ കരിക്കിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഷിൻ്റെ കൂടെ വന്ന അല്ലെങ്കിൽ മാഷിൻ്റെ ബന്ധുവായിട്ടുള്ള അദ്ദേഹം തെങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ, നിങ്ങളിനി ഇളനീര് കുടിച്ചിട്ട് പോയാൽ മതി എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. എന്തായാലും ഇളനീര് കുടിക്കാം. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇളനീര് കുടിച്ചിട്ട് നടന്നാൽ കുറച്ച് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇളനീരൊക്കെ കുടിച്ചിട്ട് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാം. ഗ്രാമത്തിലെ മാത്രമല്ല, ഗ്രാമത്തിലെ പലതരം കൃഷികൾ അതൊക്കെ കാണണമല്ലോ. അപ്പോൾ എന്തായാലും നല്ല വെയിലൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ കുറച്ച് എനർജി വേണം. അപ്പോൾ എന്തായാലും നമുക്കിനി കരിക്ക് കുടിക്കാം. കരിക്ക് കുടിച്ചിട്ട് ബാക്കി നടത്തം നമുക്ക് തുടരാം. അലക്സേ, നമ്മുടെ കരിക്ക് പൊട്ടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ചെറിയ പരിപാടിക്ക് പോവുകയാണ് അല്ലേ? അതെ. പഴശ്ശിയുടെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങ് വലിക്കുക. സെറ്റ്. ഇനിയാണ് കളി കാണാൻ പോകുന്നത്, കമ്പനിയുടെ യുദ്ധം. മറിച്ച് ആ പാടത്തോണ്ട് ഇട്ടേക്കല്ലേ. അലക്സേ പറ്റുമോ? അലക്സേ വാ പോരട്ടെ. അലക്സേ പഴയ ഓർമ്മകൾ വരട്ടെ. പറ്റുമോ അലക്സ? അലക്സിനെ കൊണ്ട് പറ്റും. യു ക്യാൻ. എന്തൊക്കെ കാണണം ഒരു ദിവസം കടന്നു പോണെങ്കിൽ. അയ്യോ മതി. റിൻഡു പോട്ടെ. അലക്സ പറ്റുമോ? സക്സസ്. ഇല്ല കറക്റ്റാണ്. ഒരു കുഴപ്പമില്ല. ഡ്രസ്സിനൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ സെറ്റ്. അങ്ങനെ ചെറിയൊരു സന്തോഷം കിട്ടിയില്ലേ? വേണ്ട. അപ്പോൾ സന്തോഷമായില്ലേ റിൻഡു? ഓക്കെ. അപ്പോൾ കുറച്ച് ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോയില്ലേ? നമ്മുടെ ദാഹം വെറ്റാനായിട്ട് കുറച്ച് കരിക്ക് കുടിച്ചിട്ട് പോവാം. എന്തായാലും കോടാലി വെച്ചിട്ട് ആദ്യമായിട്ടാണ് കരിക്ക് വെട്ടുന്നത് കാണുന്നത്. വെട്ടുകത്തി അവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ അദ്ദേഹം ഉപയോഗിക്കാത്ത എന്തായിരിക്കും? എന്നാ അലക്സേ ഐശ്വര്യമായിട്ട് ആദ്യം കാരണവന്മാർക്ക് കൊടുക്കണമെന്നാ. 40 ദിവസം കഴിഞ്ഞുകൊണ്ട് അലക്സിന് എന്തായാലും കുടിക്കാം.
നെക്സ്റ്റ് റിൻറ്റുവിനുള്ളത്. എങ്ങനെയുണ്ട്, വെള്ളം എങ്ങനെയുണ്ട് അലക്സേ? സെറ്റാ? മധുരമുണ്ടോ? ഓക്കെ. സെറ്റ്. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇവിടെ കുറേ കരിക്കിങ്ങനെ അണ്ണം വെട്ടി നമുക്ക് തന്നു. അത് മുഴുവൻ കുടിച്ചത് അലക്സാണ് കേട്ടോ. എൻ്റെ പുനടാവി അലക്സേ, അത്ര ഒന്നും കുടിക്കണ്ടായിരുന്നു. ഞാനൊരു 3 എണ്ണം കുടിച്ചുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ കരിക്ക് കുടിച്ച ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. യെസ്, ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും ഇങ്ങനെ സവോള കാണാൻ കഴിയും. നോക്കിയേ, ഈ ചാക്കിൽ മുഴുവൻ സവോളയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ സവോളയുടെ ക്വാളിറ്റി കാണണമെങ്കിൽ ഇതാ ഒന്ന് പുറത്തേക്ക് വരാം കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് കുറവാണ്. ഇത് കണ്ടോ, സെറ്റല്ലേ? ഇതിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നോക്കിയേ, ശരിക്കും ഇതൊന്നും നമ്മുടെ കടയിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ മിക്കവാറും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്കോ അമേരിക്കയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും മിക്കവാറും പോകാൻ സാധ്യത. എന്തായാലും ഇത്രയും നല്ല ഭംഗിയുള്ള സവോളയൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മേടിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് കിട്ടുമായിരിക്കും, തർക്കിക്കുന്നില്ല. എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ ഒരു ഗുണം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ ഈ കാണുന്ന ആ ഭാഗത്തു നിന്നൊക്കെ പറിച്ചെടുത്തിരിക്കുന്ന സവോളകളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ, ഇത്രയും വലിപ്പമുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സവോളയ്ക്കൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ, നല്ല വലിപ്പമുള്ള സവോളകളാണ്. ഇവിടെ അത്രയും വലിയ വലിപ്പമുള്ളതില്ലെങ്കിലും കുറച്ചുകൂടെ വലിയ സവോളകൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഒരു ചാക്കിന് എന്താണ് വില എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മാഷിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പം നഷ്ടത്തിലായതുകൊണ്ട് ഇതിങ്ങനെ കൊടുക്കാതിരി വെച്ചിരിക്കുന്നത്. ഒരു ക്വിൻ്റലിന് അവർ പറയുന്നത് 700 മുതൽ 800 വരെ രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും നഷ്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് ഇത് വിത വെച്ച് വിളവെടുപ്പ് നടത്തി ഇതുപോലെ പരിപാലിച്ച് ചാക്കിൽ നിറച്ച് വെച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് കർഷകനാണ്. പിന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഇടനിലക്കാരുണ്ട്, അത് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന മറ്റ് ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അധ്വാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സവോള നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും നമുക്ക് യാത്രയിലൊക്കെ ഇതുപോലത്തെ കാഴ്ചകൾ കാണാനും ഇതിൻ്റെയൊക്കെ വില അറിയാനും പിന്നെ കൃഷി സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് വളരെ കുറവാണ്. പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും പാലക്കാട്, വയനാട്, പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എങ്കിലും നമ്മൾ ഇവിടെ കാണുന്ന പോലെ അത്രയും കൃഷിയൊന്നും ഒരിടത്തും കേരളത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്തായാലും കൃഷിസ്ഥലമൊക്കെ കണ്ട് നമ്മൾ അടുത്ത കൃഷിസ്ഥലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ നടക്കാനുണ്ട്. നടന്നെങ്കിൽ മാത്രമേ മറ്റ് കൃഷികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളങ്ങനെ ഗ്രാമത്തിലുള്ള നിലക്കടല കൃഷി ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൃഷി ചെയ്യുന്നതാണ് നിലക്കടല. അപ്പം നിലക്കടല ഇപ്പോൾ ഇവിടുത്തെ 2 ചേട്ടന്മാർ നമുക്ക് വേണ്ടി പറിച്ചാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള നിലക്കടലയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കണ്ടു ഇത് ഓൾറെഡി ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ആക്ച്വലി ഇതിപ്പോൾ പറിക്കാറ് ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി, ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മഴയെ ആശ്രയിച്ചിട്ടാണ് ഇവരുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ മഴ കുറഞ്ഞ പ്രദേശമാണ് ഈ കർണാടകയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം. വളരെ മഴ കുറവുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. അതായത് മറ്റ് കർണാടകത്തിലെ ജില്ലകളിലൊക്കെ പെയ്യുന്ന അത്രയും മഴ ഈ ഒരു ഭാഗത്ത് പെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പം മഴയെ ആശ്രയിച്ചിട്ടാണ് ഇത് വിളവെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നശിച്ചു പോകും. ചെറിയ രീതിയിൽ മഴ കിട്ടിയാൽ മതി, ഒരു ചാറ്റൽ മഴ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഇതിനാവശ്യമായിട്ടൊരു മഴ ലഭിക്കണം അവർക്ക്. അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല, എക്സാക്റ്റ് അറിയത്തില്ല, എങ്കിലും ആ ഒരു മഴ ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് ഹാർവെസ്റ്റ് ചെയ്യൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പറിക്കാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറിക്കാറായി, പറിക്കാറായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറിക്കാറായില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി മഴയ്ക്ക് വേണ്ടി ഇവരിങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ്. മഴക്കാർക്ക് നമുക്ക് ചില സമയങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അവർ പിന്നീട് ഇത് പറിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയി മാറുന്നതെന്നാണ് നമുക്ക് കൃഷിക്കാർ നമ്മളോട് പറഞ്ഞു തന്നത്. അവരുടെ കൃഷിസ്ഥലമാണ്. അവർ നമുക്ക് വേണ്ടി ഇത്രയും പറിച്ച് സഹായിച്ചു തന്നു കേട്ടോ. പാവങ്ങളാണ്. ഇപ്പോൾ ഇദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ട്, മാഷ് കൂടെ ഉള്ളതുകൊണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എനിക്കും അലക്സിനും കന്നഡ അറിയില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം മാഷ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴത്തേനും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്കത് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിലക്കടലയെക്കുറിച്ച് വിശേഷം പറയുകയാണെങ്കിൽ. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നിലക്കടല കൃഷിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 4 മാസം വരെയാണ് ഇതിൻ്റെ വിത്ത് വെച്ചതിന് ശേഷം
അത് വളർന്ന് വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 to 4 months ആണ് ഇതിൻ്റെ ഒരു കാലാവധി. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ ഇവിടെ ഇതായിരിക്കുമല്ലോ കൃഷി ചെയ്യുന്നത്. ചിലപ്പോൾ തക്കാളിയാകാം, അല്ലെങ്കിൽ മറ്റ് ചോളമാകാം, മറ്റ് കൃഷികളൊക്കെ ആകാം. അങ്ങനെ ഗ്രാമത്തിലുള്ള മറ്റൊരു കൃഷി സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തക്കാളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗത്തുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും തക്കാളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ചോളം, കോൺ, അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ 2 സൈഡിലായിട്ട് 2 കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് തക്കാളി, ഒരു ഭാഗത്ത് കോൺ. കണ്ടോ ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് അവർ തക്കാളി നട്ടിരിക്കുന്നത് നോക്കിയേ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉണ്ടോ, അടുക്കി നല്ല ഭംഗിയായിട്ട് തക്കാളി നട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണം ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെറുതെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതൊന്നും വേണ്ടാത്തതുകൊണ്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ വീണാണ് കേട്ടോ, ചാഞ്ഞതാണ്. എന്തായാലും അത് കേടായി, ഇനി അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പച്ചത്തക്കാളി നമുക്കിവിടെ കുറേ കാണാം, പക്ഷേ എന്നാലും ചെറിയ കേടൊക്കെ പിടിക്കുന്നുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇത് പറിക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പം ചെടിയൊക്കെയാണെങ്കിൽ ഉണങ്ങി നിൽക്കുകയാണ് കണ്ടോ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഉണങ്ങി നിൽക്കുകയാണ്. എന്നാലും നല്ല തക്കാളികളുണ്ട്, നമുക്ക് കാണാം. ചിലതൊക്കെ കേട് പിടിച്ചിട്ടുണ്ട്, പഴുത്തുകൊണ്ട് പഴുക്കാത്തതുമായിട്ടുള്ള തക്കാളികൾ നമുക്കിവിടെ കാണാം. എന്തായാലും നമുക്കിനി കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് നടക്കാം. കൃഷി സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അങ്ങ് ദൂരേക്ക് നോക്കിയേ, പൂക്കൾ പറിക്കുന്ന ചേച്ചിമാരും പൂന്തോട്ടവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂന്തോട്ടമൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇതാ അവരുടെ പൂന്തോട്ടത്തിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല, പെർമിഷൻ ചോദിച്ചില്ല. മാഷിനായിരുന്നു ആദ്യം മുന്നേ നടത്തേണ്ടത്, ഞാനാണ് ഇപ്പോൾ ആദ്യം കയറിയത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇങ്ങനെ നട്ടിരിക്കുന്നത് കാണാനായിട്ട്. കുറേ ചേച്ചിമാരും കുട്ടികളൊക്കെ അവിടെ ആ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഇന്ന് ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുന്നത്. അവർ വെറുതെ മൊബൈലൊക്കെ കളിച്ച് അവരുടെ സമയം പാഴാക്കാതെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ സഹായിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. പൂന്തോട്ടം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, വേറെ ഏത് കൃഷി സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടിയില്ലെന്ന് വരാം, പക്ഷേ പൂന്തോട്ടത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കുണ്ടാകുന്നൊരു ഫീൽ കേട്ടോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇതാ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കാണുന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള തക്കാളിയാണ് കേട്ടോ. തക്കാളി ചെടികളൊക്കെ കണ്ടു, നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ കുറേ എണ്ണം വേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അങ്ങ് മനസ്സിലാകുന്നില്ല. മിക്കവാറും ആദ്യമേ പഴുത്ത് വന്നതാവാം ചിലപ്പോൾ അവർ പറിച്ച് കളഞ്ഞിരിക്കുന്നത്. അടുത്തതിൽ ചിലപ്പം കറക്റ്റായിട്ട് വിളവെടുപ്പ് അവർക്ക് നടക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും കൂടുതലായിട്ട് നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇതാ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി സാറിനെ മുൻനിർത്തി നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതിന് ഒരു മാർഗ്ഗമുള്ളൂ. കാരണം നമുക്ക് ഭാഷ അറിയില്ലല്ലോ. അറിയാവുന്ന ഒരാളുണ്ടപ്പം പിന്നെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ബന്നി എന്ന് വിളിച്ച് അലക്സേ, ഇവിടെ നല്ല ടൈറ്റാട്ടോ. അത് തന്നെ വാട്ട് എ ഫ്രെയിം മാൻ. ഓ എന്താ രസം, ആ ഒരു കോൺട്രാസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ അല്ലേ. എൻ്റെ പൊന്നടാവേ, എൻ്റെ അമ്മ എന്നാ തിക്നെസ് അതിനകത്ത്. നടക്കാനേ പറ്റുന്നില്ല അലക്സേ, നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നുണ്ടോ? ഞാൻ നീട്ടിക്കാല് വെച്ചിട്ടാണ് വരുന്നത്. ഹായ് എത്തി. ഓ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അറിയാമോ, തമിഴ് സിനിമയിലൊക്കെ നമ്മൾ പാട്ടുകളൊക്കെ കാണാറില്ല പണ്ടൊക്കെ. അന്യൻ സിനിമയൊക്കെ, അന്യന് പിന്നെ ഏതായിരുന്നു ഐ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ വിക്രമൊക്കെ പോയിട്ട് ഇങ്ങനെ പൂന്തോട്ടത്തിലൊക്കെ പോയിട്ട് നല്ല ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പൂന്തോട്ടത്തിലെത്തിക്കഴിയുമ്പം നമുക്ക് കാണാനും അതോടൊപ്പം തന്നെ അനുഭവിക്കാനും കഴിയുക. ഒരമ്മച്ചി ഇവിടെ വളരെ വേഗത്തിൽ പൂക്കൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു കൊട്ടയിലേക്ക് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലേക്ക് നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു കുട്ടിയും അതുപോലെ തന്നെ ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവധി ആയതുകൊണ്ടാണ് കുട്ടികളെ ഇതുപോലെ അമ്മമാരെ സഹായിക്കാനായിട്ട് ഈ ഒരു പൂന്തോട്ടത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്നു. ദീക്ഷ അവര് എൻചാരാ, ഗുഡ് നെയിം. മാഷപ്പോൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ ഈ ഒരു കൃഷിയെക്കുറിച്ച്, അതായത് ഈ പൂക്കളുടെ കൃഷിയെക്കുറിച്ച്. 4 മാസമാണ് ഇതിൻ്റെ ഒരു കാലാവധി. അതായത് വിത വെച്ചതിന് ശേഷം 4 മാസം കൊണ്ടാണ് ഇതുപോലെ പൂക്കളായിട്ട് അവർക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുക. 4 മന്ത് ഓക്കെ 4 മന്താണ് ഈ ഒരു ഇതിൻ്റെ പൂക്കളുടെ ഒരു കാലാവധി. വാട്ട് ഇസ് ദ നെക്സ്റ്റ് കൾട്ടിവേഷൻ ഹിയർ? They will remove this. Okay, everything They will remove. and ಅಕ್ಕ ಇದು ತದ್ಮೇಲೆ ಏನು ಮಾಡ್ತೀರಿ ತೆಗೆದ್ಮೇಲೆ? ಈರುಳ್ಳಿ ಏನಾದ್ರು ಹಾಕ್ತಾರಾ ಇದನ್ನ ತೆಗೆದ್ಮೇಲೆ? ಇಲ್ಲ ಬೇರೆ ಇದನ್ನ
ಮೆಕ್ಕೆಜೋಳ ಹಾ, ಹಾ. ರಾಗಿ Corn or ragi, like Oh, millet. after that, after ಹಾ. that. After this, they will ಹಾಕಿದ್ದೆ remove this. ಹಾಕಲ್ಲ Okay, okay. ಬೇರೆ ಹಾಕ್ತಿವಿ. ഓക്കെ ഓക്കെ They won't repeat the same. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളുടെ കൃഷി കഴിഞ്ഞാൽ അടുത്ത ഒരു കൃഷി ಬೇರೆ ഇവിടെ ಬೇರೆ ಹಾಕಿರ್ತೀವಿ. വേറെ- ಒಂದೇ ತರ ಹಾಕಲ್ಲ ಅಣ್ಣ. വേറെ വേറെ എന്ന് പറഞ്ഞ ഭാഷ കറക്റ്റാട്ടോ വേറെ വേറെ കൃഷി വരുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ചോളമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, ചിലപ്പോൾ തക്കാളിയാകാം, ഇങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൃഷി, അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് പൂക്കളാണ്. പൂക്കൾ ഇങ്ങനെ പറിച്ച് അവരിങ്ങനെ ബാസ്ക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് വിൽക്കാനായിട്ട്. അവർ നമുക്ക് വേണ്ടി പൂക്കൾ തരികയാണ് കേട്ടോ. നമുക്ക് വേണ്ടി ഇതാ ഒരു പാക്കറ്റ് ದೊಡ್ಡ size ಐತೆ. പൂക്കൾ തന്നിട്ടുണ്ട്. വല്ല ഓണത്തിനൊക്കെ ആയിരുന്നെങ്കിൽ രസമായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറേ കൊണ്ടുപോയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അത്തപ്പൂക്കൾ ഇടായിരുന്നു. ഇതാ അടുത്ത ഇതും കൂടെ അവർ നിറച്ച് തരികയാണ്. അടുത്ത ഒരു കവറും കൂടെ അവർ നിറയ്ക്കുകയാണ്. അമ്മ ഇനഫിന് ഇപ്പം എന്താ പറയുക ഇപ്പോൾ അവരുടെ ഭാഷയിൽ? അലക്സേ ಸಾಕು. സാക്കു ಇನ್ನೊಂದ್ ಸ್ವಲ್ಪ ತರ. സാക്കു സാക്കു അമ്മ. ഓക്കെ താങ്ക് യു. ഇപ്പോൾ എന്തായാലും നമ്മൾക്ക് 2 കവറ് പൂക്കൾ തന്നിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇപ്പം നിലക്കടലയുടെ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നിലക്കടല നമുക്ക് ധാരാളം എടുക്കാൻ കഴിയും. അതാണ് അവരുടെ സ്നേഹം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തിരിക്കാം. എന്തായാലും ഇവിടുത്തെ പൂക്കളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ പണികൾ അവർ ഏർപ്പെടട്ടെ. നല്ല വെയിലാണ് കേട്ടോ. എന്നിട്ട് പോലും ആ ഒരു വെയിലത്ത് നിന്ന് അവരിങ്ങനെ പണിയെടുക്കുകയാണ്. അതാണ് അവരുടെ ഒരു ജീവിത മാർഗം. അലക്സേ, നമ്മൾ ഈ കൃഷി സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. ഇതിപ്പോൾ ഇവിടെ തുവരയാണ് കൃഷി ചെയ്തിരിക്കുന്നത് തൊവരി കൃഷി ചെയ്തിരിക്കുന്നത് ആണല്ലോ. ആ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് മണ്ണുകളെ അപേക്ഷിച്ച് ഇവിടെ കാണുന്നത് ബ്ലാക്ക് സോയിലാണ്. കുറച്ച് കറുപ്പ് നിറം കൂടുതലുണ്ട്. അപ്പം എൻ്റെ ഒരു ചോദ്യം, എന്താണ് ഇവിടെ ഇങ്ങനെ കറുത്ത മണ്ണ് വരാനുള്ള കാരണം? കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ മറ്റു കളറുള്ള മണ്ണ് കണ്ടിരുന്നു. ഇപ്പം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും 4 ഇനം മണ്ണുകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട 4 ഇനം മണ്ണുകളാണുള്ളത്. ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, അലൂവിയൽ സോയിൽ. ഇതിനകത്ത് അലൂവിയൽ സോയിലാണ് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ളത്. ഗംഗാ യമുന സമതലത്തിലുള്ള. ഇവിടെ കൂടുതലുള്ളത് റെഡ് സോയിലും ബ്ലാക്ക് സോയിലും ആണ്. നമ്മുടെ നാട്ടില് കേരളത്തില് ലാറ്ററൈറ്റ് സോയിലാണ് കൂടുതലുള്ളത്. പക്ഷെ ഇവിടെ ഉള്ളത് ബ്ലാക്ക് സോയിലും റെഡ് സോയിലും ആണ്. ഇതിനകത്ത് ബ്ലാക്ക് സോയിലിൽ കൂടെയാണ് നമ്മളിപ്പോ നടക്കുന്നത്. ഇത് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് സോയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് സാധാരണ എൻ്റെ അറിവിൽ കൂടുതലും കണ്ടിരിക്കുന്ന പരുത്തിയാണ്. കോട്ടൺ കൃഷിയാണ് ഏറ്റവും കൂടുതലുള്ളത്. മഹാരാഷ്ട്രയിലൊക്കെ കോട്ടൺ കൃഷി ചെയ്യുന്നത് മുഴുവൻ ഈ സോയിലാണ്. ഏറ്റവും ആപ്റ്റും കോട്ടൺ കൃഷി ചെയ്യുന്നതാണ്. പക്ഷെ കോട്ടൺ കൃഷി ഇവിടെ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതിന് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അതിനായിട്ട് ആപ്റ്റ് അല്ല. ചെയ്യുന്നില്ല എന്നല്ല. ഈ ചിത്രദുർഗയിൽ തന്നെ അല്ലെങ്കിൽ ചെല്ലക്കരയുടെ ചില ഭാഗങ്ങളിൽ അവർ കോട്ടൺ കൃഷി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതിന് ആപ്റ്റ് അല്ല. ഇവര് പ്രധാനമായും ഈ ബ്ലാക്ക് സോയിൽ ഇവിടെ കൃഷി ചെയ്യുന്നത് ഒന്ന് തൊഗരിക്ക് മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്, ഇതേ ഏരിയയിൽ കണ്ടിട്ടുള്ളത് സൺഫ്ലവറും ചെയ്യാൻ പറ്റും. ഒരു സീസണിൽ അവർ സൺഫ്ലവർ ചെയ്യും. സൺഫ്ലവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൊഗരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൂർദാല്. ഇത് രണ്ടുമാണ് ഇവിടെ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ലാവയുടെ സോയിലാണ്. അതാണ് ഈ ബ്ലാക്ക് സോയിലിന്റെ ഒരു പ്രത്യേകത. ബ്ലാക്ക് സോയിലിന്റെ പ്രത്യേകത. ഓക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കൊണ്ടോ എത്ര ഏക്കറിലാണ് ഇവരിങ്ങനെ തുവരപ്പരിപ്പ് കൃഷി ചെയ്തിരിക്കുന്നത് നോക്കി. അങ്ങ് കണ്ണത്താ ദൂരത്ത് കിടക്കുകയാണ്. അങ്ങനെ അങ്ങ് ദൂരത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് മുഴുവനൊന്നും പോയി നടന്ന് കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇങ്ങനെ കറുത്ത മണ്ണ് കണ്ടപ്പോൾ ഞാനിങ്ങനെ അലക്സിനോട് ചോദിക്കുക, എന്താണ് ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം കറുത്ത മണ്ണ് വന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, കർണാടകയിൽ ഏറ്റവും കൂടുതൽ. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. അതെന്താണ്? ബ്ലാക്ക് സോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർണാടക എന്ന് പറഞ്ഞാൽ തന്നെ ദ ലാൻഡ് ഓഫ് കറുത്ത മണ്ണ് എന്നാണ്. ബ്ലാക്ക് സോയിൽ. അപ്പൊ ലാൻഡ് ഓഫ് അതാണ് കർണാടു, അതാണ് കർണാടകയായി മാറിയത്. കർണാടക. അപ്പൊ ഇവിടെ ഒരുപാട് ബ്ലാക്ക് സോയിൽ ഏരിയാസ് ഉണ്ട്. പിന്നെ വേറൊരു വശത്ത് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്. നമ്മുടെ ഷിമോഗ ഏരിയയിലോട്ടൊക്കെ പോവാണെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ മംഗലാപുരം കണ്ണൂർ സൈഡിലത്തുള്ള അതേ സോയിൽ സിസ്റ്റം ഉണ്ടല്ലോ. അല്ലാത്ത സ്ഥലത്തൊക്കെ റെഡ് സോയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഭാഗത്ത് ചിത്രദുർഗ ഭാഗത്ത് മിക്സ് ആണെന്ന് തോന്നുന്നു. മിക്സ് ഉണ്ട്. ചില സ്ഥലത്ത് നമ്മുടെ ചെല്ലക്കര ഭാഗത്തൊക്കെ റെഡ് സോയിൽ ഉണ്ട്, ഒരു വശത്ത് ബ്ലാക്ക് സോയിൽ ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിന്റെ ചില ഭാഗങ്ങളിൽ കറുപ്പും ചില ഭാഗങ്ങളിൽ മിക്സ്ഡും ഉണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ കൊണ്ടിട്ടതായിരിക്കും, പിന്നീട് എപ്പോഴെങ്കിലും ലെവൽ ചെയ്തപ്പോൾ ഇട്ടതായിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിൽ കറുത്ത മണ്ണിന് അതിൻ്റെതായ ഫലപുഷ്ടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ സൺഫ്ലവർ ഒക്കെ നല്ല ഉഷാറായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും അതിന് പറ്റിയ കൃഷി തന്നെയാണല്ലോ. ഏറ്റവും ബെസ്റ്റ് കോട്ടൺ ആണ് എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് കറുത്ത മണ്ണിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. എന്തായാലും തൂരപ്പരിപ്പിൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം വളരെ വിശാലമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തെക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തൂരപ്പരിപ്പിൻ്റെ നാട്ടിൽ നിന്ന്. എന്തായാലും കൊള്ളാം അല്ലേ, എന്ത് ഭംഗിയാണ് നിൽക്കുക. ആ മഞ്ഞ പൂവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ അല്ലേ, അതൊരു രസമല്ലേ കാണാനായിട്ട്. അതാണ് അതിന്റെ ഭംഗി, അതാണ് അതിൻ്റെ ബ്യൂട്ടി. അതാണ്. നമ്മൾ മുന്നേ പൂന്തോട്ടത്തിലൊക്കെ പോയി അവിടെ കുറേ ചേച്ചിമാർ പൂ പറിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇവിടെ പൂന്തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പൂക്കൾ കുറേ ചേച്ചിമാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കെട്ടുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പൂക്കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും കെട്ടിയ പൂക്കൾ കാണാമല്ലോ, മാലയിൽ ഇങ്ങനെ പുറത്തൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനമുണ്ട്. ഇവിടുത്തെ അമ്പലങ്ങളിലേക്കും മറ്റു ദേശങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇവരിങ്ങനെ പൂക്കൾ കെട്ടുകയാണ് വളരെ ഭംഗിയായിട്ട്. എത്ര ഫാസ്റ്റായിട്ടാണ് പൂക്കൾ അവർ കെട്ടുന്നത് നോക്കിക്കേ. കുറേ പൂക്കൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഉമ്മറത്താണ് ഈ പൂക്കളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. പ്രായം ചെന്ന അമ്മച്ചമാർ മുതൽ ചേച്ചിമാരൊക്കെ ചേർന്ന് ഇവിടെ ഈ ഒരു പൂക്കൾ ഇങ്ങനെ കെട്ടി മാല പോലെ ആക്കിയിട്ട് അവരിങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇനി പിന്നീട് ഇത് മാർക്കറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും ഇവിടെയുള്ള ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിലേക്കൊക്കെ ഈ മാല പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത് ഈ പൂക്കൾ ഇങ്ങനെ മാല പോലെ കിട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അലക്സായ്, ഇപ്പം നമ്മളൊരു കൃഷി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇത് നമ്മുടെ നാട്ടിലങ്ങനെ അധികം കണ്ടുവരുന്ന ഒരു ചെടിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടാകും ഇല്ലെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നില്ല. അലക്സിന്റെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഈ ഒരു ചെടി? ഇതിന്റെ പേര് ട്യൂബറോസ് എന്നാണ്. ട്യൂബറോസ് പറഞ്ഞ റോസിന്റെ പേരുമായിട്ട് വല്ല സമയമുണ്ടോ? എന്റെ സ്മെല്ലുള്ളത് കൊണ്ടായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഓണാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അന്ന് അത് നോട്ടീസ് ചെയ്ത്. നല്ല സ്മെല്ലാണ്. അപ്പൊ അതിന്റെ പേര് ചോദിച്ചപ്പോ അവര് പറഞ്ഞു സുഗന്ധരാജ അല്ലെങ്കിൽ ഗന്ധരാജ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ട്യൂബറോസ് ആണ്. നല്ല സ്മെല്ലാണ്. ഇത് വളരെ റെയർ ആയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇവിടെ. ഇത് എവിടെയും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മള് പിന്നെ ചിത്രദുർഗ ചെല്ലക്കര റോട്ടില് ചില സ്ഥലങ്ങളില് വളരെ കുറച്ചായിട്ട് കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പർട്ടിക്കുലർ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോട്ട് മാല കെട്ടുന്ന പോലെ കെട്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെയും പർപ്പസ് ആയിട്ടല്ല, നമ്മുടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടെങ്കിൽ. കാരണം നല്ല സുഗന്ധമുണ്ട്, നല്ല ഗന്ധമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് സ്പ്രേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാമോ? സ്പ്രേ ആയിട്ട് ഇതിന്ന് വേണമെങ്കിൽ സ്പ്രേ ഉപയോഗിക്കാൻ തോന്നുന്നു. അത്ര നല്ല സ്മെല്ലുണ്ടല്ലേ? നല്ല സ്മെല്ലുണ്ട്. റോസിനേക്കാൾ സ്മെല്ലുണ്ട് ശരിക്കും. ശരി. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് വളരെ വ്യാപകമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വേറെ എവിടെയും കണ്ടിട്ടില്ല. അല്ല, ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്താണ് ഇതിനെ കുറിച്ച്. ഇതിന് നല്ല വെള്ളം വേണം കേട്ടോ തോന്നുന്നേ. കാരണം ഇത് കണ്ടില്ലേ, പൈപ്പ് കണ്ടില്ലേ, ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും നനച്ചു കൊടുക്കേണ്ടതിന് ആവശ്യകതയുണ്ട്. ജൂൺ ജൂലൈയിലാണ് ഇത് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-4 മാസം വേണം. ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ ഇത് എത്തി തുടങ്ങിയിട്ടുണ്ട്, മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ തവണ കിട്ടിയത്. മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ കണ്ടില്ലേ ഒരുപാട്, അറൗണ്ട് 10-22 എണ്ണം ഉണ്ട്. ഇത് വീണ്ടും വേറെ തണ്ടിൽ നിന്ന് വരുമോന്ന് അറിയില്ല. എന്തായാലും ഇതിങ്ങനെ കട്ട് ചെയ്ത് മാർക്കറ്റിലോട്ട് പോകും. കുറച്ചുകൂടി വിടരും, കുറച്ചുകൂടി സ്മെല്ല് കൂടും. ഇത് ശരിക്കും ആയിട്ടില്ല, കുറച്ചുകൂടി നേരം കഴിയണം. അപ്പോൾ അതാണ് ഈ ഒരു ചെടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ. അങ്ങനെ കാഴ്ചകളൊക്കെ ഓരോന്ന് കണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ചെറിയ മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത സമയത്ത് നമ്മൾ ഓടിക്കയറി ഒരു വീട്ടിലേക്ക്. വെറുതെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറാനായിട്ട് സാധിക്കില്ലല്ലോ. നമ്മുടെ കൂടെ വന്ന മാഷിൻ്റെ അങ്കിളിൻ്റെ വീട്, അതായത് മാമൻ്റെ വീട് ഇവിടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു വീട്ടിൽ, ഗ്രാമത്തിനുള്ളിലുള്ള ഒരു വീടാണ്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നല്ല ടേസ്റ്റുള്ള പായസം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സേമിയ പായസമാണ്. സേമിയ പായസത്തിൻ്റെ കൂടെ ഇവർ നാളികേരം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലങ്ങനെ നാളികേരം ചേർക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നാളികേരം കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള മുറുക്കിൻ്റെ കുറച്ച് ഐറ്റംസ്, വറപൊരി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പായസം, ഇതൊക്കെ തന്നെയാണ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത്. നല്ല ചൂടുള്ള പായസമാണ് കേട്ടോ. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എന്ന് പറയുമ്പോഴത്തേനും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ടേസ്റ്റിൻ്റെ കാര്യത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റാണ് ശരിക്കും പായസത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി പായസമാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ അധികം പായസം കഴിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഈ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഞങ്ങളിങ്ങനെ ഇരുന്ന് മഴയത്ത്
ഇപ്പോൾ പായസവും ഈ കുറച്ച് വറാപൊരി സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം അടിപൊളിയായി കേട്ടോ. നമ്മൾ ഓടി നടന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കരിക്കൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം വയറ് നിറഞ്ഞു. അതിനുശേഷം നമുക്ക് കിട്ടിയത് ഇതാണ്. പിന്നെ ഇന്നത്തെ ഭക്ഷണത്തിനുള്ളതായി. അലക്സിൻ്റെ വിശപ്പൊക്കെ അങ്ങ് പോയി. അലക്സ് ആണെങ്കിൽ വിശന്നാൽ നിങ്ങളല്ലാതായി മാറും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സ്റ്റിക്കേഴ്സ് ഒരെണ്ണം മേടിക്കാൻ മറന്നും പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതെങ്കിലും കൊടുത്ത് ആശ്വസിപ്പിക്കുകയായിരുന്നു. നടന്നില്ല. എന്തായാലും നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ കുറേയൊക്കെ അലക്സിനും അലക്സിൻ്റെ വൈഫ് റിൻഡുവിനൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം. ಅರುತಿನೆತ್ತಿರಿವಾರಿ ಜಮುಕಿ ಸೀತಾದೇವಿಗೆ 14 ಲೋಕನಾಳುವಂತ ರಾಮಚಂದ್ರಗೆ 14 ಲೋಕನಾಳುವಂತ ರಾಮಚಂದ್ರಗೆ ಬಗಲ ತೆಗೆಯ ಬಗೆದ ಲಕ್ಷ್ಮಿ ಜನರು ಬಂದರು ಬಗಲ ತೆಗೆಯ ಬಗೆದ ಲಕ್ಷ್ಮಿ ಜನರು ಬಂದರು ಹೇಗೆ ಉಳ್ಳ ಜನರು ಬಂದು ವರವ ಬೇಡರು ಹೇಗೆ ಉಳ್ಳ ಜನರು ಬಂದು ವರವ ಬೇಡರು ಅರುತಿನೆತ್ತಿರಿವಾರಿ ಜಮುಕಿ ಸೀತಾದೇವಿಗೆ 14 ಲೋಕನಾಳುವಂತ ರಾಮಚಂದ್ರಗೆ 14 ಲೋಕನಾಳುವಂತ ರಾಮಚಂದ್ರಗೆ. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്നു. ബാക്കി യാത്ര മുന്നോട്ട് തുടരുന്നതായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാറ്റിൽ ഫാമിലാണ് കേട്ടോ. ലൈറ്റ് നല്ല കുറവുണ്ട്, ക്ഷമിക്കുക, വേറെ മാർഗ്ഗമില്ല. എന്തായാലും ഒരു മഴ പെയ്ത് പോയതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. മഴക്കാർ ഇപ്പോഴും മുകളിൽ തന്നെ നിൽപ്പുണ്ട്. മഴ പെയ്യില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാറ്റിൽ ഫാമിലാണ്. ഇവിടെ കുറച്ച് പ്രത്യേകതകളുള്ള പശുക്കളും അതോടൊപ്പം തന്നെ കാളുകളും ഉണ്ട് കേട്ടോ. ആദ്യമേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് അലക്സ് തുടങ്ങാം. എന്താണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് ഗോനൂര്. ഗോനൂര് നമ്മൾ പറഞ്ഞു വില്ലേജ്. ഗോനൂരിനടുത്തുള്ള ഒരു ടെമ്പിളും ആ ടെമ്പിളിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു ഫാമുമാണ്. ഫാമല്ല, ആക്ച്വലി ഇതൊരു ഗോശാലയാണ്. ടെമ്പിളിന്റെ കമ്മിറ്റിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ബ്രീഡ് കണ്ടിട്ടുള്ളത്, ഇത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്, അങ്ങനെ നമ്മൾ വരുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിർ കൗ എന്ന് പറയുന്ന ഒരു കൗ ആണ്. ഗിർ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ ഗുജറാത്തിലുള്ള, സെയിം അവിടെയാണ്, ആ റീജിയനിലാണ് ആക്ച്വലി ഇതിന്റെ ബ്രീഡിന്റെ സ്റ്റാർട്ടിങ്. ഒറിജിൻ അവിടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗിർ കൗ എന്ന് പറയുന്നത്. അപ്പോൾ ഗിർ കൗവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഗിർ നാഷണൽ പാർക്ക് ഈസ് ഫേമസ് ഫോർ ലയൺ. ഈ ലയണുമായിട്ട് മല്ല് പിടിക്കാൻ അത്രയും ശക്തിയും വലിപ്പമുള്ള ഒരു കൗ ആണ്. യൂഷ്വലി ലയൺസ് ഈ പിന്നെ ബ്രീഡിനെ അറ്റാക്ക് ചെയ്യാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചു കേട്ടിട്ടുള്ളത്. കാരണം അതിന്റെ സ്ട്രെങ്ത്തും പിന്നെ ഇതിന്റെ സൈസും പ്ലസ് ഇവർ എപ്പോഴും ഹേർഡ് ആയിട്ട് തന്നെയാണ്, ഒരു കൂട്ടായിട്ട് തന്നെയാണ്. പിന്നെ ഒരു വയലന്റ് ഒരു അറ്റാക്കിംഗ് മൈൻഡുള്ള സാധനമാണ്. നമുക്ക് തന്നെ പേടിയാവും, നമുക്ക് അടുത്ത് പോകാൻ പേടിയാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഒരു ബ്രീഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രീഡിനെ കുറിച്ച് കേൾക്കുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ യാത്ര ചെയ്തെങ്കിലും ഈ ഗീർ കൗ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അലക്സ് പറഞ്ഞ പോലെ തന്നെ ഒരു അജാനുഭാഗമായിട്ടുള്ള ഒരു കാളക്കൂറ്റം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതിൻ്റെ ആ വലിപ്പമുള്ള ശരീരവും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചെവി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ചെവി നമ്മുടെ ഇല പോലെ, ഇല പോലെയാണ്, നീളമുള്ള ഇല പോലെയാണ് അതിന് തൂങ്ങി. അതെ 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 അതെ. പിന്നെ ഇതിന്റെ കുളമ്പും പർട്ടിക്കുലർലി കുളമ്പ് പോലെയല്ല, സാധാരണ ഒരു കുളമ്പ് ഇങ്ങനെയാണ്, ബട്ട് ഒരു പിന്നെ ഒരു വെട്ടാണ്. ഇങ്ങനെ കാളകളാണ് അതിന്റെ ഗിറിൽ തന്നെ. അപ്പുറത്ത് ഇതേപോലെ ഗിറിന്റെ മറ്റ് കൗസും ഉണ്ട്. ഓക്കെ. അപ്പം പലതരത്തിലുള്ള കൗസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗീർ കാളുകളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തായാലും ഇത് എന്നെ സംബന്ധിച്ചോളം ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ കാണാൻ സാധിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഗോനൂരിലെ ഗ്രാമക്കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് വിശേഷങ്ങൾ ഇതിനോടകം പങ്കുവച്ചു. മഴയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നെങ്കിലും നമ്മൾ അത്യാവശ്യം വിഷ്വൽസ് എടുക്കുകയും അത്യാവശ്യം വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മുടെ മാഷിനോടാണ്. മാഷ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഭാഷയുടെ കാര്യത്തിൽ അല്ലേ അലക്സായി? ഹെൽപ്പായിരുന്നു. സാറിന് താങ്ക്സ് പറയേണ്ട ഒറ്റ ഇതിലുള്ളൂ.
ധന്യവാദങ്ങൾ അത് തന്നെ ധന്യവാദങ്ങൾ. ആ ഒരു വാക്ക് പഠിച്ചു വെച്ചേക്കുന്നതിന് എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഗ്രാമത്തിലെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ടു, പ്രത്യേകിച്ച് ഇവിടുത്തെ കൃഷി, പലതരത്തിലുള്ള കൃഷികൾ കണ്ടു. പിന്നെ മാത്രമല്ല നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ആ പശുവിൻ്റെ ഗോശാല അല്ലേ, ഗോശാലയിലെ കാഴ്ചകൾ കണ്ടു. ഗോശാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ആ സമയത്ത് പറയാനായിട്ട് വിട്ടുപോയി. ഗോശാലയെക്കുറിച്ച് എന്തായിരുന്നു, അവർ ആ ചാണകം അവരിങ്ങനെ ഒരു റോളാക്കി വെച്ചിരിക്കുന്നു അല്ലേ, അത് മിക്കവാറും വിൽക്കാനായിരിക്കും അല്ലേ, പിന്നെ ടെമ്പിൾസിലൊക്കെ യൂസ് ചെയ്യും അല്ലേ സർ, ധൂപയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് അവര് റോളാക്കി വെച്ചിട്ട് ചാണകം കളക്ട് ചെയ്യും. തൊട്ടടുത്ത് തന്നെ അതിനടുത്തൊരു ബിൽഡുണ്ട്, ചെറിയൊരു ഷെഡ് പോലെ. അപ്പൊ അതിനകത്തോട്ട് അവര് കളക്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് മെഷീൻ ഉപയോഗിച്ചിട്ട് അവരത് റോളാക്കിയിട്ട് പിന്നെ സെല് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അതൊക്കെ ഇതിനോടകം നമ്മൾ കണ്ടു കേട്ടോ, അത് പറയാനായിട്ട് വിട്ടുപോയി. പിന്നെ മാത്രമല്ല അലക്സേ, അതിന്റെ ഒരു സൈസ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്ത് സൈസ് അല്ലേ, ഇത്രയും വലിയ കാളനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. പശുവിന്റെ സൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ഇത്രയും വലിപ്പമുള്ള പശുക്കളൊക്കെ ഉണ്ട്. നമ്മൾ വാഗോണ്ട് പോകുമ്പോൾ ഓസ്ട്രേലിയൻ ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡ് ഉണ്ട് അവിടെ. അതെ അതെ അതെ. പക്ഷെ അത് തണുപ്പത്ത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇത് നോക്കി ഏത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ്. അതെ അതെ അതെ. ഗുജറാത്തിൽ നല്ല ചൂടുള്ള പ്രദേശമാണല്ലോ. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് പശുക്കളും അതോടൊപ്പം തന്നെ കാളകളൊക്കെ ഇവിടെ വളരുന്നത് കേട്ടോ. നമ്മൾ വാഗമണ്ണൊക്കെ പോകുമ്പോൾ കാണുന്ന പശുവിൻ്റെ ആ ഒരു ടൈപ്പ് ഒന്നുമല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ കാളകളും പശുക്കളൊക്കെ. നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഒന്നുകൂടെ ആ കാര്യം ഓർത്തപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഗോനൂർ ഗ്രാമത്തിലെ വിശേഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഒരിക്കൽ കൂടി മാഷിനോട് ധന്യവാദങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.